നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ മോളെ വീട്ടിലത്തെ കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അവൾ പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് മുമ്പേ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ അവൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കിച്ചൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഒഴിക്കാനും ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനും ഒക്കെയാണ്. രാവിലെ ഒരു 11 മണി ആയപ്പോൾ ഞാൻ അവിടെ എത്തിക്കുന്നത്. വിഷുവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, കണ്ണട ഇത് മാത്രമേ ഉള്ളൂ. വലുള്ള ട്രൗസറോ? വേർ ഈസ് യുവർ മദർ? ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ രണ്ടാളെയും സ്വിമ്മിങ്ങിന് ചേർത്തിയിട്ടുണ്ട് പിയാപ്പിള. അതിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ എന്നെ കണ്ട പാടന്നെ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ തൊപ്പിയും കണ്ണടൊക്കെ വെച്ചിട്ട് ബേബി വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മളെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ പിന്നെ ഓക്ക് വയ്യാത്തതിനെ കൊണ്ട് 8 മാസം കഴിയാനായിരിക്കുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പണിയൊക്കെ എടുക്കാനായിട്ടേ എല്ലാ പണി അങ്ങനെ തീരെ വയ്യാന്നല്ല, എന്നാലും അങ്ങനത്തെ കുറേ പണികളൊക്കെ ഒന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഒന്നും അങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വന്നതാണ്. എൻ്റെ ഒരു ഒഴിവ് നോക്കിയിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എനിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണാണല്ലോ കുറേ സാധനങ്ങൾ ഒഴിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ടേ അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഒക്കെ ഒഴിച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു 2-3 മാസം ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ കൃപ ഉണ്ടെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ച് വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ ഒഴിക്കണമെന്നേ അവൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആ കബോർഡും അവിടെയുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിക്കുകയാണ്. അപ്പോൾ അതാ ഇടയ്ക്ക് ബേബിനെ കാണാനായിട്ട് വന്ന് നോക്കുമ്പോൾ ആൾ നിസ്കരിക്കുകയാണ്. ലഹർ അയക്കണം കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ അതാ കുറേ പണികളൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചത്. പിന്നെ അതാ വളമാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കോഴിമുട്ടൊക്കെ പൊട്ടിച്ച് ജനലിൻ്റെ മേലെ വെച്ചിരിക്കുകയാണ് പിയാപ്പിളി മക്കളൊക്കെ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെച്ചാണ്. പിന്നെ ജനലിൻ്റെ മേലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ കുറേ കുപ്പിയും പാത്രങ്ങളും, അതൊക്കെ ഒന്ന് ഒഴിവാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാണ് ഓളെ കൈ എല്ലാ ഭാഗത്തും ഇപ്പോൾ എത്തൂലല്ലോ. ഓള് പറയാം ഭക്ഷണം ഒക്കെ എല്ലാവർക്കും നല്ല സമയത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും, അല്ലാത്തതൊക്കെ ഒരു കഥയാണ് പണിയെടുക്കലൊക്കെ. അതുപോലെ വല്ലാത്തൊരു ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുക്കാനുള്ള അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടല്ലോ ഒക്കെ. അപ്പോൾ ഈ ചെടികളൊക്കെ ഓളാണ് ഈ ചെടീൻ്റെ ഒക്കെ ആളായി. ഇനിയിപ്പമല്ല കുറച്ച് മുന്നേ. ഇപ്പോൾ പിയാപ്പിളാണ് ചെടിയൊക്കെ റെഡിയാക്കുന്ന ആളൊക്കെ. പിന്നെ ജനലിൻ്റെ മേലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ചീത്തായിട്ടുണ്ടായിനി. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ ആ ജനലിൻ്റെ ആ ഭാഗം അഴുക്കുള്ള ഭാഗമൊക്കെ ഒരുപാട് അഴുക്കങ്ങനെ നാറി പൊയ്ത്തെടുക്കണമൊന്നുമില്ല, എന്നാലും എന്തായാലും പൊടികളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ ഭാഗമൊക്കെ ഒഴിച്ചതാണ് കേട്ടോ. അതൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് അത് ക്ലീനിങ്ങിൻ്റെ ആണല്ലോ, അപ്പോൾ ഒന്ന് എടുക്കാമല്ലോ വെച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എല്ലാ ഭാഗം ഒന്ന് ഇതാക്കുകയാണ്. അപ്പോൾ ഓള് പറഞ്ഞ് കുറേ ഒന്നും ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട അമ്മ, കുറച്ച് ഭാഗമൊക്കെ ചെയ്യും. ഞാൻ എടുക്കാൻ ഓക്കിട്ട് ആവുകയില്ല, ആരെ എടുക്കുകയാണെങ്കിൽ ഓക്കൊരു ബേജാറുമാണ്. അപ്പോൾ മോള് പറയാം ഓളെ കൈ എത്തിയിട്ട് എത്രയോ ആയി എന്ന് പറയുകയാണ് ഈ ഭാഗത്തൊക്കെ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ തുടക്കുകയും പിന്നെ കുപ്പിയും പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകുകയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതോടെ ആ കബോർഡൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ നല്ലോണം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ്. നല്ല ചൂട് വെച്ചാൽ പറയാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട് നമുക്ക് തന്നെ. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഗർഭിണിയും കൂടി ആകുമ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കരമാണ്. അപ്പം പിയാപ്പിള പറയും പിന്നെ ഓള് ചൂടായിട്ട് കരയുകയാണ് ചെയ്യാന്ന്. അപ്പോൾ എ സി ആണെങ്കിൽ ഇവിടെ വോൾട്ടേജിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് എ സി വർക്കാണെങ്കിൽ ഒരുപാട് സമയമാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ ഒരു തരം പെയിൻറ്റ് അടിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ഭാഗത്തേക്ക്. അപ്പോൾ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് എന്തോ അതിൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് വൈറ്റിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ചൂട് കുറയും എന്നൊക്കെയാണ് മോള് പറയുന്നത്. അപ്പോൾ ചൂടിന് എത്ര ആശ്വാസം ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആഴ്ച ആയിട്ടേ ഉള്ളൂ, പോവാൻ സമയത്തായിപ്പോയി പെയിൻ്റ് അടിച്ചത്. അപ്പോൾ അതുമ്പോൾ ഒരു ബക്കറ്റിന് 5000 ഉറുപ്പ്യാണ് കേട്ടോ കൂലി കൂടാതെ. അങ്ങനെ 3 ബക്കറ്റ് പെയിൻ്റാണ് ഓല് ടെറസിൻ്റെ മേലെ അടിച്ചു കൊടുത്തത്. പിന്നെ ഓള് പറയാം ചിമ്മിണീൻ്റെ മേലെ പൊടിയൊന്നും ഉണ്ടാവില്ലമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് കൈയോട് തൊട്ട് നോക്കിയപ്പോൾ നിറയെ പൊടിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുക്കണം. എന്തായാലും വരാൻ കാലത്തൊന്നും ഉണ്ടാവും. എന്നാലും പാത്രങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ അതൊരു സുഖമാണല്ലോ കാണുമ്പോഴും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരാൻ കഴിയാമെന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. കൈ എത്തുന്നോടൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. വേറൊരു അബദ്ധം പറ്റി എന്താ വെച്ചാൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞതേനി.
അപ്പോൾ വെറും ക്ലീനിങ് മാത്രമാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വേഗം ക്ലീനിങ്ങിന് നിന്ന്. പക്ഷേ ഇന്നതിൻ്റെ ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കണ കാര്യം പറയുന്നോള്. അപ്പോൾ അവിടെയുള്ള കുറേ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒഴിച്ച് കവറിലാക്കി കൊണ്ടുവരല്ലോ വിചാരിച്ചു. ഞാൻ എന്തായാലും പാത്രത്തോട് കൂടി കൊണ്ടുപോകാൻ വന്നിട്ട് വീട്ടിൽ നിന്ന് ഒഴിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി തുടച്ച് വൃത്തിയാക്കണം. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. പണി അയച്ചിട്ട് വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വല്ലതും കൂട്ടിയിട്ടെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ പിന്നെയാണ് ഇപ്പോൾ മീനും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ കറി വെക്കാമെന്ന് പറയാം. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നത്. അതൊരു പണിമപ്പണിയായിപ്പോയി. അത് ഞാൻ പിന്നെയാണ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധാരണ എനിക്ക് ഇങ്ങനെ ഫസ്റ്റിൽ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ ചെയ്യേണ്ടത് ആദ്യം ക്ലീനിങ്ങും പിന്നെ ഫുഡ് ഉണ്ടാക്കലും ആയിപ്പോയി. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ഉപയോഗിക്കേണ്ടാത്ത പാത്രങ്ങളും കപ്പും ഇതൊക്കെ ഞാൻ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ ഒഴിവാക്കാനുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ വേസ്റ്റല്ല, നാളെ ഉപയോഗിക്കാമെന്ന് വെച്ച് ഓരോ പാത്രത്തിലാക്കി മൂടി വെച്ചിട്ടുണ്ട്. ഒക്കെ തുറന്ന് നോക്കുമ്പോൾ മോക്ക് പോലും അറിയില്ല അതൊക്കെ എന്താണെന്ന്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളും പിന്നെ കൗണ്ടർ ടോപ്പും പിന്നെ പിന്നെ എന്താണ് വോൾട്ടയിലും എല്ലാം നല്ല ക്ലീനാക്കി തുടച്ചെടുക്കുകയാണ്. പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ നമ്മളെ വെല്ലാൻ ആരും ഉണ്ടാവില്ല. അത്രയും പണി എടുക്കാൻ തുടങ്ങിയാൽ എടുക്കില്ലേ വല്ല മടി പിടിച്ച് എടുക്കുകയും ചെയ്യും. നല്ലൊരു പണിയാണ് അപ്പോൾ കിട്ടിയത്. ഭാഗ്യത്തിന് ഒരു ചെറിയൊരു കുപ്പി മാത്രമേ പൊട്ടിയിട്ടുള്ളൂ മുളക് പൊടിയിട്ട്. ഞാൻ വിചാരിച്ച് സകല പാത്രവും പൊട്ടിയെന്ന്. ഒരു വേണ്ടാത്തൊരു പണിയായി. ഇപ്പോൾ ഒന്നായിട്ട് കയ്യിലെടുത്ത് പൊന്തിച്ചാണ് എളുപ്പപ്പണി നോക്കണതാണ് ഇതൊക്കെ. ശരിക്കും ഞാൻ ബേജാറായിട്ടോ, പാത്രങ്ങൾ ഫുള്ളും പൊട്ടിയോന്ന് എല്ലാം പൊട്ടിയെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ഭാഗ്യത്തിന് അൽഹംദുലില്ലാ ഒരു ചെറിയൊരു കുപ്പി മാത്രമാണ്, കുറച്ച് മുളക് പൊടിയുള്ള ഒരു പാത്രമാണ് പൊട്ടിയത്. ഭാഗ്യം, അല്ലെങ്കിൽ സങ്കടമാവുകയും ചെയ്യും. അത്രയും കുപ്പികളൊക്കെ പൊട്ടിച്ച് നമ്മളൊരു ക്ലീൻ ചെയ്യാമെന്നുണ്ട് പോലെ സാധനമൊക്കെ നശിപ്പിച്ചിട്ട് പോരാ അറിയുമ്പോൾ അതൊരു ഇതല്ലേ. ഇത് അത്രയും മുളക് പൊടി കുറച്ച് കുറച്ച് മുളക് പൊടി ഉള്ളേ. പിന്നെ അവിടെ വയറ്റിലൊക്കെ ഇങ്ങനത്തെ മുളക് പൊടി മസാല ഒക്കെ ആയാൽ ഭയങ്കര പ്രശ്നമാണ്, അവൾ പറയുന്നേക്കലുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരു 3-4 വട്ടം തുടച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൗണ്ടർ ടോപ്പ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തികേടാവും. അപ്പോൾ അവിടെയും ഇവിടെ എല്ലാ ഭാഗത്തും അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യ കോൾ പറഞ്ഞത് 9 പ്രസവിക്കാനുള്ള ടൈമാകുന്നവരെ ഞാൻ അവിടെ നിൽക്കുകയാണ്, അപ്പോഴാണ് ഞാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ അവിടെ അങ്ങനെ നിന്ന് കുട്ടികളും ഭക്ഷണം ഉണ്ടാക്കലും ക്ലീൻ ചെയ്യലും എല്ലാം കൂടി വയ്യായും ചൂടും എല്ലാം കൂടി ആയിട്ട് നിൽക്കാൻ പറ്റണില്ലമ്മ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് ഓക്ക് പിന്നെ വീട്ടിലെന്തായാലും പോരാ നിൽക്കാനും കഴിയില്ല. അപ്പോൾ ഓള് പറയാം കാക്കക്ക് പ്യാപ്പിളക്ക് ഒരു സമാധാനമാണല്ലോ ഒരു കുറച്ചും കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ. അതാണ് ഓള് വരാനൊരു മടിച്ചത്. പിന്നെ വെറുതെ അവിടെ നിന്നിട്ട് അല്ലേ പിന്നെ ഞാൻ ഡെയിലി അങ്ങോട്ട് പോകണം. അതാണ് എനിക്ക് ഡെയിലി ഒന്നും പോകാൻ കഴിയില്ല, വല്ലപ്പോഴൊക്കെ പോകാമല്ലാതെ. അപ്പം ഞാൻ വേഗം എന്താ ചെയ്യുക, ഞാനവിടെ പോയി നിൽക്കണതിന് പകരം വേഗം ഓളോട് അറിയും ഇങ്ങോട്ട് പോരുമെന്ന് അറിയും. എന്നാൽ പിന്നെ എനിക്ക് 2 പുരയിലെ പണിയെടുക്കണ്ടല്ലോ, ഒറ്റ പുരയിലെ പണിയെടുത്താൽ മതിയല്ലോ. അതല്ല എന്തോ ഒരു മടിയാണ് എവിടെയെങ്കിലും പോയി നിൽക്കാൻ. എൻ്റെ വീട്ടിൽ പോലും ഞാനൊരു അന്തി ഉറങ്ങാൻ പോവില്ല. വളരെ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും വളരെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോയൊക്കെ നിൽക്കുക എന്നല്ലാതെ 2 ദിവസം അടുപ്പിച്ച് നിന്ന ചരിത്രം തന്നെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമില്ല. എവിടെയും പോയി നിൽക്കണ ഇഷ്ടമല്ല. ഇനി ടൂറ് പോയാൽ തന്നെ ഒറ്റ ദിവസമൊക്കെ എങ്ങനെയെങ്കിലും നിൽക്കാമെന്നല്ല. അത് പിന്നെ ടൂറ് പോകാൻ ഭയങ്കര ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ. അല്ലാതെ എവിടെയും പോയി നിൽക്കണ ഇഷ്ടമല്ല. മോള് പറയും നിങ്ങളവിടെ നിങ്ങളും പപ്പയും മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കും എപ്പോഴും. ഞാനിപ്പോൾ എന്താ പറയുക, ഭാഗ്യത്തിനൊക്കെ അറിയാം എനിക്കിഷ്ടമില്ല എവിടെയും പോയി നിൽക്കണമെന്ന്. അതുകൊണ്ട് വലിയൊരു നിർബന്ധിക്കലും ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വോൾട്ടയിലൊക്കെ നല്ലോണം തുടച്ചെടുക്കുകയാണ് കേട്ടോ. വോൾട്ടയിലൊന്നും വലിയ അഴുക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അവളങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാത്ത വീടാണെന്ന് കണ്ടിട്ട് തോന്നണമൊന്നുമില്ല. എന്നാലും വൃത്തികേട് കുറച്ചൊക്കെ എന്തായാലും ഉണ്ടാവില്ല, നമ്മൾ ഡെയിലി തുടയ്ക്കേണ്ടേ, അതാണ്. പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ അവരിങ്ങനത്തെ ഒരു എഗ്ഗ് ട്രേ വാങ്ങിയിട്ടുണ്ട്, കുറേ എഗ്ഗൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ആ ഡോറ് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറംഭാഗമൊക്കെ തുടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഓരോ സ്ഥലത്ത് പോയതിൻ്റെ ആ ഒരു മാഗ്നറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ അത് ഒരു സ്റ്റിക്കറോ അങ്ങനെ എന്തോന്നാണല്ലോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വാങ്ങുന്നത്. അത് കുറേ നിറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തുടച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ തുടച്ചപ്പോൾ പറഞ്ഞമ്മ അത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് എടുത്തിട്ട് ഫുള്ളൊന്നും ഞാൻ എടുത്തില്ല, ഒന്നങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് തുടച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല വല്ലാതെ നാറി പുയ്ത്ത് കിടക്കണമൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും കാലം ഇനി കഴിഞ്ഞിട്ടല്ലേ, നമ്മൾ 3-4 മാസം കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ തുടയ്ക്കലും ഇതാക്കലും ഇങ്ങോട്ട് വരുവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ക്ലീൻ ആക്കാൻ വിചാരിച്ച് പിന്നെ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കുക്ക് ചെയ്യാൻ നിന്നിട്ടോ. ഞങ്ങൾ 2 ആളും കൂടി
പിന്നെ റേഷൻ കടയിൽ അരി ഇട്ടതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ചോറ്. പിന്നെ മത്തി കുറച്ചുണ്ടേനി, അത് മുളകിട്ട്, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇളവന് ഇങ്ങനെ പച്ചക്കറിയൊക്കെ നോക്കിയപ്പോൾ അതിലൊരു ചെറിയൊരു ഇളവുണ്ടേനി. അപ്പോൾ അത് വേഗം മോരും, കുറച്ച് മോരും ഉള്ളതിന് കുറച്ച് തൈരും, കുറച്ച് മോരും തൈരും എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങനെ മോരുകറി വെച്ച്. പിന്നെ ഇതാ മോരുകറിയിലേക്കുള്ള തേങ്ങ വേഗം അരച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അതാ വാഴൻ്റെ തട്ടില്ലേ, വാഴത്തട്ടി എന്ന് പറയും ഞങ്ങൾ, വാഴക്കൂമ്പ് അതൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉപ്പേരി. അതൊക്കെ ഓൾ അരിഞ്ഞെന്ന്. പിന്നെ അത് ഓള് വേഗം ജ്യൂസ് അടിക്കുക കേട്ടോ. മാങ്ങ ഉണ്ട് കുറേ കൊണ്ടുവന്നിട്ട് ഇന്നലെ, അപ്പോൾ ജ്യൂസ് അടിക്കുക പറഞ്ഞിട്ട് ഞാൻ പറയാം 2-3 മാങ്ങയും ഒരുപാട് പാലും എന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞോളെ. കുറച്ച് മാങ്ങകൾ, അപ്പോൾ വളരെ കട്ടിയിൽ കുറേ മാങ്ങ ഇടരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞ്. അപ്പോൾ ഒന്ന് ഭയങ്കര കട്ടിയാണല്ലോ ഈ മാംഗോ ജ്യൂസിനൊക്കെ. അപ്പോൾ കുറച്ച് മാങ്ങയും തോന പാലും ഒക്കെ ആകുമ്പോൾ ഒരു നല്ല സുഖമാണ് കുടിക്കാൻ പറഞ്ഞ്. പിന്നെ അതേപോലെ എനിക്ക് പഞ്ചസാര ഇടാത്ത ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് ഒരു പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ജ്യൂസൊക്കെ കുടിക്കുന്നത് 2 മണി ആയിരിക്കും കേട്ടോ. കുടിക്കുമ്പോൾ ഞാൻ വരും 11 മണിയായിട്ട് ഞാൻ ഇവിടെ എത്തുമ്പോൾ, അത് കഴിഞ്ഞ് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോൾ ഒരു 3-3:30 ആവും സമയം ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ ഇതിലെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും പ്യാപ്പിള വന്നിട്ടുണ്ട് കേട്ടോ. പ്യാപ്പിളക്കും കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ച്. ഈ ഒരു സമയത്ത് ഒരു അസമയത്തായിപ്പോയി ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചത്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ചോറൊക്കെ കുറച്ചും കൂടി നേരത്തെ കഴിക്കുകയും. പിന്നെ പിന്നെ എന്താണ് ഈ മോരുകറി ഒന്ന് വേഗം തേങ്ങ അരച്ച് വെക്കലും തേങ്ങ അരച്ച് ഒഴിക്കലും വറവിടലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് മോരമുള്ളൂ ഇനി. പിന്നെ കുറച്ച് തൈര് ഉള്ള, തൈര് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിക്കാണ്. പിന്നെ തേങ്ങ ഇട്ട് പിന്നെ വറവിട്ട് കടുകും കറിവേപ്പിൻ്റെലയും പിന്നെ വറ്റൽമുളകൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മോരുകറി വെക്കണേ. മോരുകറി ഇവിടെ എല്ലാവരെയും ഞങ്ങളെ വീട്ടിലത്തെ ഫേവറേറ്റാണ്. മക്കൾക്കും വ്യാപ്പിൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു മോരുകറി. അപ്പോൾ ഇത് മോരുകറി ഞാൻ പറയാണ്, ഈ എന്താ പറയുക, മോര് കാച്ചിയതെന്ന് പറഞ്ഞാൽ മതി. കാരണം വെള്ളം കൂടിപ്പോയി. മോര് ആദ്യം നമ്മൾ ഇളവം വെക്കുന്ന നേരം കുറേ വെള്ളം വെച്ചാലുള്ളൊരു പ്രശ്നമാണ്, വെള്ളം കൂടിപ്പോവും. പിന്നെ ഈ വാഴക്കൂമ്പ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒതുക്കിയിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. വെറും കടുകും കറിവേപ്പിൻ്റെലയും വറ്റൽമുളകും ഇട്ട് വറവിട്ടിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു വാഴക്കൂമ്പ് ഇട്ടിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ഉപ്പേരിയിൽ പെട്ടതാണത്. പിന്നെ അപ്പോഴേക്കും ഞാൻ മോരുകറിയൊക്കെ വറവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പ്യാപ്പിള വന്നപ്പോൾ പിന്നെ വേഗം ചോറ് എടുത്തേക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളത് ഉപ്പേരിയും. പിന്നെ ഇവിടെ പ്യാപ്പിൾക്ക് ഉപ്പേരി നിർബന്ധമാണ്. പിന്നെ നമ്മൾ ഈ ടേബിളിൻ്റെ മേലുള്ള ഫൈറ്ററാണ് കേട്ടോ അത്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക അറിയില്ല. ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേക്കും. ഇതാണ് കണ്ടില്ല, മോൾ ഭാഗം ആ ഒരു ടെറസിൻ്റെ മേലെ ഫുള്ള് വൈറ്റ് അടിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല 3 ബക്കറ്റ് പെയിൻ്റാണ് അടിച്ചത്. പെയിൻറ്റിൻ്റെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് താഴെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, എല്ലാ ഭാഗത്തും 3 ദിവസം 4 ദിവസത്തെ പണി എടുത്തിക്കണം ഈ ഒരു പെയിൻ്റ് അടിച്ച് തീരാൻ. നമ്മൾ സാധാ പെയിൻറ്റ് പോലെ എല്ലാം തോന്നുന്നുണ്ട്. ഇതൊരു കട്ടിൻ്റെക്കും നിലത്ത് നല്ല ചൂടാണ്. വെച്ചാൽ മേലോട്ടൊന്നും ഇല്ലല്ലോ വില വീടിൻ്റെ. ഈ ഒറ്റ ഫ്ലോർ ആകുമ്പോഴുള്ളൊരു പ്രശ്നമാണ്, നല്ല ചൂടാണ്. പിന്നെ അതവരെ ടെറസിൻ്റെ മേലെ ഇങ്ങനെ നിന്നാൽ എല്ലാ ഭാഗത്തേക്കും നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ. വൈകുന്നേരമൊക്കെ നല്ല രസമാണ്. പിന്നെ അതേപോലെ മഞ്ഞുകാലമായാൽ ഡിസംബർ മാസമൊക്കെ നല്ല ഭംഗിയാണ്. അവിടെയൊക്കെ നല്ലോണം മഞ്ഞ മൂടൽ മഞ്ഞ് അങ്ങനെ എന്താ പറയുക, ഫോഗെന്നോ അതൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ഞാൻ മുമ്പത്തെ ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. രാവിലെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ബേബി മദ്രസയിൽ പോകുമ്പോൾ നല്ല മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി പോണ മാതിരിയാണ്, നല്ല രസമായിന്. അപ്പോൾ മോള് പറഞ്ഞത് ഇത് അടിച്ചതിന് ശേഷം പെയിൻ്റ് അടിച്ചതിന് ശേഷം നല്ല ചൂടിന് ആക്കണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഈ ബക്കറ്റിൻ്റെ മേലെ റൂഫ് സീൽ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള റൂഫ് സീൽ 5,500 ഒരു ബക്കറ്റ് പെയിൻറ്റിന്. അങ്ങനെ 3 ബക്കറ്റാണ് കേട്ടോ ഒരു അവിടെ തേച്ചിട്ടുള്ളത്. പിന്നെ അത് പ്യാപ്പിള ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഈ മുല്ലാണ്, കുറ്റിമുല്ലാണെന്ന് തോന്നുന്നത്. സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പപ്പനെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ട് കൂടെ വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു തരം ചാമ്പക്കാണ്, നല്ല ടേസ്റ്റുള്ളൊരു ചാമ്പക്കാണ് കേട്ടോ. കണ്ടില്ല, നല്ലോണം വലുതാവും. ഇത് കുറച്ചും കൂടി വലുതാവും. അത്യാവശ്യം ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചാമ്പക്കയാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ബട്ടറും പെട്ടെന്ന് ഉണ്ടാകുന്ന ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.